ഭാരതീയ ജ്യോതിഷത്തിലെ 27 നക്ഷത്രങ്ങളിൽ അവസാനത്തെ നക്ഷത്രമാണ് രേവതി. മീനരാശിയിൽ ഉൾപ്പെടുന്ന ഈ നക്ഷത്രം വളരെയധികം സവിശേഷതകളുള്ള ഒന്നാണ്. രേവതി നക്ഷത്രത്തെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ താഴെ നൽകുന്നു. പ്രധാന സവിശേഷതകൾ: രാശി മീനം, പൂർണ്ണമായും. അധിപൻ ബുധൻ, ദേവത പൂഷാവ്, യാത്രക്കാരുടെയും കന്നുകാലികളുടെയും സംരക്ഷകൻ. ചിഹ്നം മീൻ, മത്സ്യം അല്ലെങ്കിൽ ചെണ്ട. ഗണം ദേവഗണം, മൃഗം പെണ്ണാന, പക്ഷി, കോഴി, വൃക്ഷം, ഇലിപ്പ. വ്യക്തിത്വവും സ്വഭാവവും: രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ ശാന്തസ്വഭാവക്കാരും മൃദുഭാഷികളുമായിരിക്കും. ഇവർ മറ്റുള്ളവരോട് സഹാനുഭൂതിയോടെ പെരുമാറുന്നവരാണ്. വിശ്വസ്തത: ഇവർ മറ്റുള്ളവർക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്നവരും സത്യസന്ധരുമായിരിക്കും. അറിവ്: ബുധൻ അധിപനായതിനാൽ ഇവർക്ക് നല്ല ബുദ്ധിശക്തിയും കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാനുള്ള കഴിവുമുണ്ടാകും. സൗന്ദര്യം: ആകർഷകമായ രൂപവും പ്രസന്നമായ മുഖവും ഇവരുടെ പ്രത്യേകതയാണ്. സഹായമനസ്കത: മറ്റുള്ളവരെ സഹായിക്കാൻ ഇവർ എപ്പോഴും മുൻപന്തിയിലുണ്ടാകും. എന്നാൽ സ്വന്തം കാര്യങ്ങളിൽ ചിലപ്പോൾ അല്പം അശ്രദ്ധ കാണിച്ചെന്നുവരാം. തൊഴിൽ മേഖലകൾ: വിദ്യാഭ്യാസം, കല, സാഹിത്യം എന്നീ മേഖലകളിൽ ഇവർ ശോഭിക്കാറുണ്ട്. ബാങ്കിംഗ്, കണക്ക്, അധ്യാപനം, കൗൺസിലിംഗ് തുടങ്ങിയ മേഖലകളും ഇവർക്ക് അനുയോജ്യമാണ്. വിദേശ യാത്രകളിലൂടെയോ വിദേശ രാജ്യങ്ങളിലെ ജോലിയിലൂടെയോ ഇവർക്ക് നേട്ടങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. ദോഷപരിഹാരങ്ങൾ: രേവതി നക്ഷത്രക്കാർ ബുധന്റെ ദശയിലാണ് ജനിക്കുന്നത്. അതിനാൽ ബുധനാഴ്ച വ്രതമനുഷ്ഠിക്കുന്നതും വിഷ്ണുഭജനം നടത്തുന്നതും ഉത്തമമാണ്. മന്ത്രം ഓം പൂഷ്ണേ നമ എന്ന മന്ത്രം ജപിക്കുന്നത് ശുഭകരമാണ്. ക്ഷേത്രദർശനം: മഹാവിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ ദർശനം നടത്തുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. ഭാരതീയ ജ്യോതിഷത്തിലെ 27 നക്ഷത്രങ്ങളിൽ അവസാനത്തെ നക്ഷത്രമായ രേവതി നക്ഷത്രക്കാരെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. മീനരാശിയിൽ വരുന്ന രേവതി നക്ഷത്രക്കാരുടെ വിവാഹം, കുടുംബം, തൊഴിൽ, ധനസ്ഥിതി എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. വിവാഹവും കുടുംബജീവിതവും: ആദ്യമായി ഇവരുടെ വിവാഹജീവിതം എങ്ങനെയെന്ന് നോക്കാം. രേവതി നക്ഷത്രക്കാർ പൊതുവെ സ്നേഹനിധികളായ പങ്കാളികളായിരിക്കും. ആരെയും കണ്ണുമടച്ച് വിശ്വസിക്കുന്ന സ്വഭാവമുള്ളതുകൊണ്ട് പലപ്പോഴും കുടുംബത്തിൽ ചില വിട്ടുവീഴ്ചകൾ ഇവർക്ക് ചെയ്യേണ്ടിവരാറുണ്ട്. എങ്കിലും സമാധാനപരമായ ഒരു ദാമ്പത്യം ഇവർക്കുണ്ടാകും. മക്കളിൽ നിന്ന് വളരെയധികം സ്നേഹവും ബഹുമാനവും ഇവർക്ക് ലഭിക്കാറുണ്ട്. വിവാഹ പൊരുത്തം: പൊരുത്തത്തിന്റെ കാര്യമെടുത്താൽ രേവതി നക്ഷത്രക്കാർക്ക് ഭരണി, രോഹിണി, പുണർദം, ഉത്രം, അനിഴം, ഉത്രാടം എന്നീ നക്ഷത്രങ്ങൾ വിവാഹത്തിന് ഏറ്റവും ഉത്തമമാണ്. എന്നാൽ രേവതി നക്ഷത്രക്കാർ അശ്വതിയുമായുള്ള വിവാഹബന്ധം ഒഴിവാക്കുന്നതാണ് ജ്യോതിഷപരമായി ഉചിതം. തൊഴിൽ മേഖല: അടുത്തതായി തൊഴിൽ. ബുധൻ അധിപനായതിനാൽ ബുദ്ധിശക്തിയും സംസാരശേഷിയും വേണ്ട ജോലികളിൽ ഇവർ മിടുക്കരായിരിക്കും. അധ്യാപനം, ബാങ്കിംഗ്, കണക്ക് അല്ലെങ്കിൽ എഴുത്ത് തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് വലിയ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കും. വിദേശത്ത് ജോലി ചെയ്യാനുള്ള ഭാഗ്യം ഈ നക്ഷത്രക്കാർക്ക് കൂടുതലായി കണ്ടുവരുന്നു. ധനയോഗം: ധനസ്ഥിതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജനിച്ചയുടനെ വലിയ സാമ്പത്തിക ഭദ്രത ഇവർക്ക് കണ്ടെന്നുവരില്ല. എങ്കിലും 35 വയസ്സിന് ശേഷം ഇവരുടെ ജീവിതത്തിൽ വലിയ സാമ്പത്തിക ഉയർച്ചകളുണ്ടാകും. സ്വന്തം അധ്വാനത്തിലൂടെ വീടും വാഹനവുമൊക്കെ സമ്പാദിക്കാൻ ഇവർക്ക് യോഗമുണ്ട്. അനാവശ്യ ചെലവുകൾ കുറയ്ക്കാൻ ശ്രദ്ധിച്ചാൽ വലിയൊരു സമ്പാദ്യം തന്നെ ഇവർക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കും. രേവതി നക്ഷത്രക്കാരെക്കുറിച്ചുള്ള ഈ വിവരങ്ങൾ നിങ്ങൾക്കുപകാരപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും പ്രിയപ്പെട്ടവരിലേക്കും ഈ അറിവെത്തിക്കാൻ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റായി രേഖപ്പെടുത്താം. ജ്യോതിഷ സംബന്ധമായ കൂടുതൽ അറിവുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.